വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ ഒക്ടോബർ മാസത്തിൽ നടത്താൻ തീരുമാനമായിട്ടുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സന്തോഷകരമായ വാർത്തയാണ്. നമുക്ക് നോക്കാം. ഒന്നാം വർഷ +1 ഇംപ്രൂവ്മെൻ്റ് സപ്ലിമെൻ്ററി പരീക്ഷകളുടെ തയ്യാറെടുപ്പുകൾക്കും കഴിഞ്ഞ ശേഷമുള്ള മൂല്യനിർണ്ണയ ജോലികൾക്കും അനേകം അധ്യയന ദിവസങ്ങൾ ആവശ്യമായി വരുന്നതിനാൽ രണ്ടാം വർഷ പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ടാം വർഷത്തിൻ്റെ അധ്യയന ദിവസങ്ങളിൽ നഷ്ടമാവാതിരിക്കാൻ ഒന്നാം വർഷ ഇംപ്രൂവ്മെൻ്റ് സപ്ലിമെൻ്ററി മാർച്ചിലെ ഒന്നാം വർഷ പരീക്ഷയോടൊപ്പം നടത്താൻ പരാമർശം 1 പ്രകാരം ഉത്തരവായിരുന്നു. 2023-24 അക്കാഡമിക് വർഷം വരെ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെൻ്റ് സപ്ലിമെൻ്ററി പരീക്ഷകൾ അതാത് അക്കാഡമിക് വർഷത്തിനിടയിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി നടന്നിരുന്നു. എന്നാൽ 2024-25 അക്കാഡമിക് വർഷത്തിൽ പരീക്ഷാ നടത്തിപ്പിൻ്റെ സങ്കീർണതയും ചെലവും കാണിച്ച് +1 ഇംപ്രൂവ്മെൻ്റ് സപ്ലിമെൻ്ററി പരീക്ഷകൾ വർഷാന്ത്യത്തിൽ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കിടയിലുള്ള ദിവസങ്ങളിലാണ് നടത്തിയത്. എന്നാൽ ഈ മാറ്റം വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മാനസിക സമ്മർദ്ദവും പഠന ഭാരവും ഉണ്ടാക്കുകയാണെന്നും കൂടാതെ 2024-25, 2025-26 അക്കാഡമിക് വർഷങ്ങളിലെ ഒന്നാം വർഷ ഇംപ്രൂവ്മെൻ്റ് സപ്ലിമെൻ്ററി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ രേഖപ്പെടുത്തിയ വർധനവിൻ്റെ തോത് സമ്മർദ്ദമാണെന്നും ആയതിനാൽ +1 ഇംപ്രൂവ്മെൻ്റ് സപ്ലിമെൻ്ററി പരീക്ഷകൾ അക്കാഡമിക് വർഷാന്ത്യത്തിൽ നടത്താതെ ഒക്ടോബർ മാസത്തിൽ നടത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും വിദ്യാർത്ഥികളെയും സംഘടനകളും ആവശ്യപ്പെട്ടതായും ഈ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് ഉചിത നടപടി സ്വീകരിക്കണമെന്ന് പരാമർശം 2 പ്രകാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അഭ്യർത്ഥിച്ചിരുന്നു. സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഇംപ്രൂവ്മെൻ്റ് സപ്ലിമെൻ്ററി പരീക്ഷകൾ ഒക്ടോബർ മാസത്തിൽ നടത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അനുമതി നൽകി ഉത്തരവാകുന്നു. പരാമർശം 1 ഉത്തരവ് ഇതിനാൽ റദ്ദ് ചെയ്തും ഉത്തരവാകുന്നു എന്നുള്ള വിവരം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷകൾ ഇനി മുതൽ പഴയ പോലെ നേരത്തെ ഉണ്ടായിരുന്ന പോലെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടക്കും. നിങ്ങൾ മാർച്ച് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും വളരെ സന്തോഷമുള്ളൊരു ഉത്തരവാണ്. അപ്പോൾ പുതിയമായി കാണുന്നതിന് വേണ്ടി